മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. അതൊരബദ്ധമായി പോയി എന്ന് ചില നിലാവുള്ള രാത്രികൾ എനിക്കും തോന്നാറുണ്ട്. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട, അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീയായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻമേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. വിരോധമുള്ളവരെ കള്ളക്കേസിൽ പിടിച്ച് കുഞ്ചിർത്തിടിച്ച് ചോര ചുപ്പിച്ച നല്ല കാലിന് തിരിച്ചു വരുമോ? ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻമേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. എന്നാൽ ഒന്നറിഞ്ഞോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. നിനക്ക് വേറെ എന്നല്ല ഒരു പണി ചെയ്യാനും അറിയില്ല. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻമേയർ അവിടെ തന്നെ നിന്നു. എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം ചോട്ടും. ഓടിക്കടാ ഇവനെ. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻമേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. അപ്പെല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ.